മീനിങ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ മീനിങ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, വായിച്ചു നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു ആർട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു കലയാണെന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ആർട്ട്? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. അതായത് ഒരു മാനേജർ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യും. എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? ഡൺ ത്രൂ അതർ പീപ്പിൾ എന്നാണ് പറയുന്നത്. മറ്റുള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട്. ആ ഒരു മാനേജറിൻ്റെ അണ്ടറിൽ ഒരുപാട് സബോർഡിനേറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. ആ മാനേജറിൻ്റെ അണ്ടറിലുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സോ അച്ചീവ് ചെയ്യുന്ന ഒരു ആർട്ടിന് പറയുന്നവരാണ്, ഒരു കലക്ക് പറയുന്നവരാണ് എന്ത്? മാനേജ്മെൻറ്റ് എന്നുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലുള്ള സെയിൽസ് മാനേജർ. ആ സെയിൽസ് മാനേജറിൻ്റെ ജോലി എന്താണ്? ഡ്രസ്സ് വിൽക്കലാണോ? ഡ്രസ്സ് സെല്ല് ചെയ്യലല്ല സെയിൽസ് മാനേജർ. ഡ്രസ്സ് സെല്ല് ആരാണ് ചെയ്യാൻ? അത് സെയിൽസ്മാൻ ആണ്. ഓക്കെ, സെയിൽസ്മാൻ ആണ് ഡ്രസ്സുകൾ വെക്കുന്നത്. അപ്പോൾ ഈ സെയിൽസ് മാനേജർ എന്താ ചെയ്യുന്നത്? സെയിൽസ്മാൻസിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതേപോലെ തന്നെ ഗൈഡൻസും കൊടുത്തിട്ട് സാധനങ്ങൾ സെല്ല് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇങ്ങനെയാണ് കസ്റ്റമറിനോട് പെരുമാറേണ്ടത്, ഇങ്ങനെയാണ് ഇന്ന കസ്റ്റമറിനെ ഡീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യും? ആ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യും? ആ ഒരു സെയിൽസ് മാനേജർ അവൻ്റെ അണ്ടറിലുള്ള എംപ്ലോയീസിനെ ഉപയോഗിച്ച് കൊണ്ടിട്ട് അച്ചീവ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ഡെഫിനേഷനിൽ പറയുന്നത്, ഈ ഒരു മീനിങ്ങിൽ പറയുന്നത്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു എന്താണ്? ഒരു കലയാണ്. എങ്ങനെയുള്ള കല? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു മാനേജറിൻ്റെ അണ്ടറിലുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ ഉപയോഗിച്ചിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സോ അച്ചീവ് ചെയ്യുന്ന ഒരു ആർട്ടാണ് എന്ത്? മാനേജ്മെൻറ്റ്. അടുത്ത് വായിച്ചു നോക്കാം. മാനേജ്മെൻറ്റ് മീൻസ് വാട്ട് എ മാനേജർ ഡസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ എന്താണ്? മാനേജ്മെൻറ്റ് മീൻസ് വാട്ട് എ മാനേജർ ഡസ്. ഒരു മാനേജർ എന്താണോ ചെയ്യുന്നത് അതാണ് മാനേജ്മെൻറ്റ്. ഒരു മാനേജർ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മാനേജ്മെൻറ്റ്. ഒരു മാനേജർ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും മാനേജ്മെൻറ്റാണ്. ഒരു മാനേജർ മറ്റുള്ള മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അതും മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഒരു മാനേജർ എന്തൊക്കെ ഡ്യൂട്ടീസോ ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണോ മാനേജറിനുള്ളത്, അതാണ് എന്ത്? മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് മീൻസ് വാട്ട് എ മാനേജർ ഡസ്. അടുത്ത മീനിങ് വായിച്ചു നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് വിത്ത് എയിം ഓഫ് അച്ചീവിങ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ബിസിനസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണെന്ന് പറയുന്നത്. എങ്ങനെയുള്ള പ്രോസസ്സ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ ഒരു 5 സ്റ്റെപ്സ് വരുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ മാനേജർ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ? ആദ്യം തന്നെ മാനേജർ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യും. ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയുള്ള പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ആ പ്ലാനുകൾ ഓർഗനൈസ് ചെയ്യും. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ ആ പ്ലാനുകളൊക്കെ അറേഞ്ച്മെൻറ്റ് നടത്തും. അങ്ങനെ അറേഞ്ച്മെൻറ്റ് നടത്തിയ ശേഷം സ്റ്റാഫിംഗ് എന്ന് ചോദിച്ചാൽ സ്റ്റാഫായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എംപ്ലോയീസിനെ സെലക്ട് ചെയ്യും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും, അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കും. അങ്ങനെ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യും. അതേപോലെ തന്നെ ഡയറക്ഷൻ കൊടുക്കും, എംപ്ലോയീസിന് ഡയറക്ഷൻ കൊടുക്കും. എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് എംപ്ലോയീസിന് കൊടുക്കും. ആ ഡയറക്ഷനിലുള്ളതാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യും, അവരുമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവർക്ക് വേണ്ട ലീഡർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഡയറക്ഷനിലൂടെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. അവസാനമുള്ള പ്രോസസ്സാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് എന്ന് ചോദിച്ചാൽ പ്ലാനിങ് ആയിട്ടുള്ള കാര്യങ്ങളും ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസും കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കും. അതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്.
അപ്പം മാനേജ്മെൻറ്റിൻ്റെ മീനിങ്ങിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇത്ര മാത്രം മനസ്സിലാക്കാം. മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കലയാണ്. എങ്ങനെയുള്ള കല? മറ്റുള്ളവരെ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു മാനേജറിൻ്റെ അണ്ടറിലുള്ള സബോർഡിനേറ്റ്സിനെ ഉപയോഗിച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന ഒരു ആർട്ടിന് പറയുന്നവരാണ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് മീൻസ് വാട്ട് എ മാനേജർ ഡേഴ്സ്. ഒരു മാനേജർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനെയാണ് മാനേജ്മെൻറ്റ്. പിന്നെ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്സ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണെന്ന് പറയുന്നത്. എങ്ങനെയുള്ള പ്രോസസ്സ്? ആ പ്രോസസ്സിൽ പ്ലാനിങ് ഉണ്ടാവും, ഓർഗനൈസിങ് ഉണ്ടാവും, സ്റ്റാഫിംഗ് ഉണ്ടാവും, ഡയറക്റ്റിംഗ് ഉണ്ടാവും, കൺട്രോളിംഗ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും 5 സ്റ്റെപ്സ് ഉള്ള ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ്ങിൽ പഠിക്കാനുള്ളത്. ഓക്കെ.